എല്ലാവരും ഒന്ന് കാണണം. സിദ്ദിഖാന്റെ മോന്റെ സിനിമ ബെസ്റ്റ്. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ പെങ്ങളുടെ മോനുണ്ട് ഇതിനകത്ത്. രണ്ടുപേരും കൂടി ഒരു നല്ല സിനിമയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. ബെസ്റ്റ് എന്ന് പറഞ്ഞൊരു മോശം വാക്ക് അത് ഈ സിനിമ കഴിയുമ്പോൾ മാറി എല്ലാവർക്കും. അപ്പം എല്ലാവരും സിനിമ വന്ന് കാണണം. നമ്മുടെ മമ്മൂക്കാന്റെ പെങ്ങളുടെ മോൻ അറിയാലോ, പുള്ളി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിയെടുക്കണം. കാര്യം പുള്ളിക്ക് നല്ല ഭാവിയുണ്ട്. കറക്റ്റ് മമ്മൂക്കാന്റെ ആ രൂപം പൊക്കവും കാര്യങ്ങളൊക്കെ കിട്ടിയാണ് പുള്ളിക്കാണ്. അപ്പൊ പുള്ളിനെ എങ്ങനെയും നമ്മുടെ അടുത്ത മമ്മൂക്കാക്കി എടുക്കണമെന്നാണ് ഞങ്ങൾ മലയാളികളുടെ ആഗ്രഹം. എല്ലാവരും പുള്ളിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ വന്ന് കാണുക. ബെസ്റ്റ് തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ നമുക്ക് ഒന്ന് കാണാൻ പറ്റും. ഒരു ഫാമിലി ബെസ്റ്റ് എന്ന് പേര് മാത്രമേ ഉള്ളൂ. ഒരു ഫാമിലി പടവും ഒരു പ്രണയവും എല്ലാം കൂടി ചേർന്ന ഒരു മിക്സിംഗ് ആണ് പടം. പിന്നെ ഈ ബെസ്റ്റ് എന്നുള്ള കാലഘട്ടത്തിൽ ഒരു മോശം വാക്കുകൾ ചില ആൾക്കാർ അത് പറയുന്നുണ്ട്. അപ്പൊ അത് ഈ സിനിമ കാണുമ്പോ മാറും. എല്ലാവരും വന്ന് അതെ 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 അത് മാറി വരും. ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ നമുക്കത് മാറി വരും. അപ്പൊ എല്ലാവരും വന്ന് അത് കണ്ട് നമ്മള് പരമാവധി പ്രോത്സാഹിപ്പിക്കും. കാര്യം അറിയാലോ, സിദ്ദിഖാന്റെ മോനായാലും മമ്മൂക്കാന്റെ മോനായാലും കയറി വന്നതേ ഉള്ളവർ. അത് പടങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അത് പുള്ളിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റിയെടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ മമ്മൂക്കാന്റെ പെങ്ങളുടെ മോനെ പുള്ളിനെ കയറ്റിയാൽ ശരിയാവൂല. കാര്യം മലയാളം പടത്തിൽ പുള്ളിനെ വേണം അടുത്ത മമ്മൂക്കയായിട്ട്. കാര്യം മമ്മൂക്കയുടെ ആ ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ ചില സീൻസ് ഒക്കെ കാണുമ്പോൾ കറക്റ്റ് മമ്മൂക്കാനെ തന്നെ നമുക്ക് ഓർമ്മ വരും പുള്ളി ചെയ്യുമ്പോഴേ. ചീത്തപ്പേര് മാറി കിട്ടി. ചീത്തപ്പേര് പറ്റി എല്ലാവർക്കും എന്താണ് ബെസ്റ്റിന് ഇങ്ങനെ ചീത്തപ്പേരുന്നത്? പക്ഷെ ഇത് കണ്ടപ്പോഴേക്കാളും ബെസ്റ്റ് എന്ന് വെച്ചാൽ ആരാണ് ബെസ്റ്റ്? നിഷുവിന് ബെസ്റ്റ് അല്ലേ എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പാണ് ബെസ്റ്റ്. ഒരാളെ കെയർ ചെയ്തതാണ് ബെസ്റ്റ്. നമ്മുടെ സിദ്ദിഖിക്കാട് മകനാണെങ്കിലും പിന്നെ അഷ്കർക്കായാണെങ്കിലും പൊളിച്ചടിക്കും. ഗംഭീര പെർഫോമൻസ്. നമുക്ക് ആ പേര് ന്യൂജൻ ഇന്നത്തെ കാലത്ത് ന്യൂജൻ പടങ്ങളാണല്ലോ കയറി കത്തുന്നത്. ഇതും ഗംഭീരമാണ്. കാരണം ഒരുപാട് ചിരിക്കാനുണ്ട്. ചെന്നൈയിലേക്ക് വിളിച്ചിട്ടുണ്ട്. തമിഴ്നാട് ക്ഷണിച്ചിരിക്കുകയാണ്. കാരണം നല്ല അഭിനയിച്ച എല്ലാവർക്കും നല്ല പെർഫോമൻസ്, എല്ലാവരും ആശംസകളും നേരുന്നു. ഇനിയും ഗംഭീര പടങ്ങൾ വരട്ടെ പ്രാർത്ഥിക്കാം. എല്ലാ തലമുറയിലുള്ള പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. എല്ലാ തരം ആപാലവൃദ്ധജനങ്ങൾക്കാണ് മോശം വാക്കില്ലേ അത് ഈ സിനിമ കാണുമ്പോൾ മാറി കിട്ടിയെന്ന് തന്നെ പറയാം. അതിന് മാറി കിട്ടി. ബെസ്റ്റ് ഗംഭീരം നിറഞ്ഞാടി.